നല്ല തിളക്കമുള്ള ആരോഗ്യമുള്ള ചർമ്മം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിലേറെ പേരും, പ്രത്യേകിച്ചും മുഖചർമ്മം. ഓരോ തവണയും നമ്മുടെ മുഖചർമ്മം തിളക്കമൊക്കെ മങ്ങി പാടുകളൊക്കെയായി കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയും വിഷമവും ഒക്കെയാണ്. അപ്പോഴൊക്കെയും എന്തെങ്കിലുമൊക്കെ പ്രതിവിധി ചെയ്ത് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ചർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വില കൂടിയ ക്രീമുകളോ ചികിത്സകളോ ഒന്നുമല്ല. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പ്രകൃതിദത്തമായ നിരവധി ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ പ്രകൃതിദത്തമായ ഒരു ഫേസ് ക്രീം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലൂടെ. നമ്മുടെ സ്കിന്നിലൊക്കെ കാണുന്ന കറുത്ത പാടുകളൊക്കെ മാറാനും സ്കിൻ ടോൺ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും സ്കിന്നിൻ്റെ നിറം കൂട്ടാനും ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറി സ്കിൻ നല്ല സോഫ്റ്റായി നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സ്കിന്നിൽ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത് തടയാനും നമ്മെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഹോം മെയ്ഡ് പപ്പായ ക്രീം. യാതൊരുവിധ പണച്ചെലവും ഇല്ലാതെ നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാം. ചർമ്മത്തെ സുന്ദരമാക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയൊരു ഫലമുണ്ട്, പപ്പായ. പഴുത്ത പപ്പായ മുഖത്ത് ഉപയോഗിക്കുന്നത് സ്കിൻ മനോഹരമാക്കാൻ മികച്ചൊരു മാർഗമാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കലുകളും ശക്തിയേറിയ എൻസൈമുകളുമാണ് സ്കിന്നിന് തിളക്കം നൽകുന്നതും പാടുകളൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നത്. ചർമ്മത്തെ നല്ല സോഫ്റ്റ് ആക്കാനും ചെറുപ്പമുള്ളതാക്കാനും സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. പപ്പായയിലെ ലൈക്കോപ്പിൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളോട് പൊരുതുകയും നമ്മുടെയൊക്കെ സ്കിൻ അയഞ്ഞു പോകുന്നത് തടയുകയും ചെയ്യും. ചർമ്മത്തിലെ ചുളിവുകളും വരകളും ഒക്കെ മായ്ക്കാൻ സഹായിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ചർമ്മത്തിലെ ജലാംശം നിലനിർത്താനും ചർമ്മം മങ്ങിയതോ അല്ലെങ്കിൽ നിർജ്ജീവമോ ആകാതിരിക്കാനും ഒക്കെ സഹായിക്കാറുണ്ട്. പപ്പായ എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ്. ഇത് ഡെഡ് സെൽസിനെയൊക്കെ അകറ്റി ചർമ്മത്തിന് നല്ല തിളക്കം പകരും. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമായ പാപ്പൈൻ ആണ് ഇതിന് സഹായിക്കുന്നത്. പപ്പായ എന്ന് പറയുന്നത് നിറച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതാണല്ലോ. അപ്പോൾ ഇത് ഈ ചർമ്മ സുഷിരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അഴുക്കുകളൊക്കെ അകറ്റുകയും അങ്ങനെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കൊടുക്കുകയും ചെയ്യും. ഈ ഹോം മെയ്ഡ് പപ്പായ ക്രീം തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത ഒരു പപ്പായ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ അരച്ച് ഫേസിലിടാം. എങ്ങനെ ചെയ്താലും പപ്പായ എന്ന് പറയുന്നത് ഗുണം തന്നെയാണ്. നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, മുഖക്കുരുവിൻ്റെ പാടുകൾ ഇവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരുപാട് പ്രകൃതിദത്ത ബ്ലീച്ചിങ് ഗുണങ്ങൾ ഈ പപ്പായക്കുണ്ട്. പിന്നെ പപ്പായയിൽ ജലാംശം ധാരാളം ഉള്ളതിനാൽ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് ഇത് കഴിക്കുന്നതും നമ്മുടെ സ്കിന്നിനെയൊക്കെ നല്ല ജലാംശവും ഉള്ളതാക്കി നിലനിർത്താനും മൃദുലമാക്കാനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു കലവറയാണല്ലോ ഈ പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ചർമ്മത്തിലെ ചുളിവുകളും നേർത്ത വരകളും ഒക്കെ ഇല്ലാതാക്കാനും ഈ പപ്പായ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പപ്പായയുടെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി എടുത്തിട്ട് അതിലെ കുരുവെല്ലാം കളഞ്ഞ് ഇതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം മാത്രമാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വൃത്തിയാക്കിയെടുത്ത പപ്പായ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല വെയിലൊക്കെ കൊണ്ട് മുഖമൊക്കെ കരുവാളിച്ച് വരുമ്പോൾ ഈ പപ്പായ കുറച്ചൊന്ന് അരച്ച് ഫേസിലിട്ട് നോക്കൂ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആ സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അപ്പോൾ പപ്പായൊക്കെ നമ്മളിവിടെ ചെറിയ ക്യൂബ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതെ, മിക്സിയിലിട്ട് അരച്ചെടുത്ത പപ്പായ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ക്രീം തയ്യാറാക്കാനായി ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ഓയിലാണ്. എങ്ങനെയാണ് ഈ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ ക്യാരറ്റ്, അതിൻ്റെ ഒരു 1/4 ഭാഗം മതി. അത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഓയിൽ ചേർക്കണം. ഒന്ന് ബദാം ഓയിലും ഒന്ന് വെർജിൻ കോക്കനട്ട് ഓയിലുമാണ് ചേർക്കുന്നത്. നോർമൽ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കും ബദാം ഓയിലും വെർജിൻ കോക്കനട്ട് ഓയിലും തന്നെ ഉപയോഗിക്കാം. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ബദാം ഓയിൽ മാറ്റിയിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വീതമാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഈ ക്രീം തയ്യാറാക്കാൻ ആവശ്യമായ ക്യാരറ്റ് ഓയിൽ മാത്രമേ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. അതാണ് രണ്ടും ഓരോ ടീസ്പൂൺ ഉപയോഗിച്ച്. അതല്ലാതെയും നമുക്ക് ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കി വെക്കാം. ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിലേക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏത് എണ്ണയാണ് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നത്
അത് ചേർത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അരിച്ചെടുത്ത് ഒരു ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ക്യാരറ്റ് ഓയിൽ. ഇത് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കാം. ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ഏത് ഓയിലാണോ വേണ്ടത് അതിലിട്ട് 24 hours വയ്ക്കുക. അതല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. നമ്മൾ നേരത്തെ അരച്ചെടുത്ത പപ്പായ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം. ഇത് ഒരു സ്പൂൺ വെച്ച് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൽ ജ്യൂസ് മുഴുവനായിട്ടും അങ്ങ് എടുക്കുക. ഈ ജ്യൂസാണ് നമ്മളിനി പപ്പായ ക്രീം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു പപ്പായയുടെ 1/4 ഭാഗം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്രയും ജ്യൂസ് മാത്രമാണ് കിട്ടിയത്. നല്ല കട്ടിയുള്ള ജ്യൂസാണ്. അപ്പോൾ ഈ കിട്ടിയ ജ്യൂസ് മുഴുവനും തന്നെ നമ്മൾ ഈ പപ്പായ ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഓയിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജലാംശം ഒട്ടും ഇല്ലാത്ത ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പായയുടെ ജ്യൂസ്, അതായത് അരിച്ചെടുത്ത പപ്പായയുടെ ജ്യൂസ് മുഴുവനായിട്ടും ചേർക്കുക. പിന്നീട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ഓയിലിൽ നിന്ന് 1 ടീസ്പൂൺ ക്യാരറ്റ് ഓയിലാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് നോക്കുക. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇവിയോൻ്റെ ക്യാപ്സ്യൂൾ നമുക്ക് എല്ലാ ഫാർമസികളിൽ നിന്നും മേടിക്കാൻ കിട്ടും. വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സ്കിന്നിനെ അത്രത്തോളം യങ്ങാക്കി വയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ക്യാപ്സ്യൂൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് അതിലെ കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് അലോവേരയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അലോവേര ജെല്ല് പുറത്തുനിന്ന് വാങ്ങിയതാണ്. വളരെ ഹെർബലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരില്ല. അതായത് ഫ്രഷ് ഉപയോഗിക്കുമ്പോൾ ആ ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരാനായിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന, അതായത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങുക. ഹെർബൽ, ആയുർവേദിക് ഒരുപാട് ബ്രാൻഡുകളുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡ് അലോവേര ജെല്ല് വാങ്ങുക. അലോവേര ജെല്ല് നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചേർത്ത സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ അത് പതുക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, വാട്ടർ കൺസിസ്റ്റൻസി മാറിയിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരും. അതുവരെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എങ്ങനെയാണോ കൺവീനിയൻറ്റ് ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പപ്പായ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാരറ്റ് ഓയിലിൽ വൈറ്റമിൻ എ റിച്ച് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കൊടുക്കും. അത് മാത്രമല്ല കൊളാജൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടുകയും അങ്ങനെ നമ്മുടെ ചർമ്മം സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ പ്രായമായി വരുമ്പോൾ കൊളാജൻ കുറയുമ്പോഴാണ് നമുക്ക് സാഗിങ് ഒക്കെ വന്ന് ചർമ്മം ചുളിയുകയും തൂങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളാജൻ്റെ പ്രതിപ്രവർത്തനത്തിലൂടെ നമ്മുടെ സ്കിന്നിനെ പരിരക്ഷിക്കുകയും നല്ല മുറുക്കമുള്ളതാക്കുകയും ചെയ്യും. അതിലൂടെ ഈ ചുളിവുകളൊക്കെ മാറും. അത് മാത്രമല്ല വരകളും പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റും. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് തിളക്കത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിളക്കത്തോടെ ഇരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചർമ്മകാന്തി സമ്പാദിക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്ന് വിപണിയിലുണ്ട്. പക്ഷേ ഇതൊന്നും പലപ്പോഴും ഫലപ്രദമാകാറില്ല. രാസവസ്തുക്കളൊക്കെ അടങ്ങിയ ഫെയർനെസ് ക്രീമുകളൊക്കെ വാങ്ങി വെറുതെ പൈസ കളയാതെ ഇതുപോലെ പ്രകൃതിദത്തമായ സൗന്ദര്യ സംരക്ഷണ മാർഗ്ഗങ്ങളിലേക്ക് മടങ്ങി വരൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിക്കാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.